എന്റെ ലൈഫിലെ ആദ്യത്തെ നോമ്പ് ഞാൻ എടുക്കുകയാണ്. അങ്ങനെ 4-5 വർഷം കൊണ്ട് വിചാരിച്ച കാര്യം ഇന്നാണ് നടത്താൻ പറ്റിയത്. ഇതിന് അവസരം ഒരുക്കി തന്ന സാനിക്കും വീട്ടുകാർക്കും എന്റെ വിനീതമായ കൂപ്പുകൈ. നീ ഒരു ഹിന്ദു ആയിട്ട് എന്തിനാ ഈ നോമ്പൊക്കെ എടുക്കുന്നതെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. പിന്നെ ഇതെല്ലാം മനുഷ്യനായിട്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ. നമുക്ക് എന്താണ് സന്തോഷം തരുന്നത് അതങ്ങ് ചെയ്യും. വെളുപ്പിന് അത്താഴം കഴിക്കാനാണ് എണീറ്റത്. അങ്ങനെ പുട്ടും പുഴുങ്ങി ഏത്തപ്പഴമായിരുന്നു കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തിൽ ചായ ഉണ്ടായിരുന്നു. ജീവിതത്തിലെ ആദ്യ നോമ്പായതുകൊണ്ട് തന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മമ്മി നിസ്കരിക്കാൻ കയറി. എന്നോട് പോയി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. എനിക്ക് ഈ രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉറക്കം വരത്തില്ല. കൂട്ടത്തിൽ നമ്മൾ ഫുഡും കൂടെ കഴിച്ചല്ലോ. പല സ്റ്റൈലിൽ കിടന്നു നോക്കിയിട്ടും ഒരു തരത്തിലും ഉറക്കം അങ്ങോട്ട് വരുന്നില്ല. പിന്നെ കുറച്ചൊന്ന് നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് എണീറ്റു. ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇതൊക്കെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള കാര്യം. പിന്നെ താരം പോകാനുള്ള എണ്ണ എടുത്ത് അവളുടെ തലയിൽ തേച്ച് കൊടുത്ത് ഞാനും തേച്ച് കുളിക്കാനായിട്ടെല്ലാം റെഡി. അങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി ഇവിടെ നോമ്പ് തുറക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ്. ഞാൻ വെജ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നോമ്പ് തുറക്കാൻ ഇഡലി സാമ്പാറുമാണ്. പെട്ടെന്ന് തന്നെ അവക്കാടോ ഷേക്ക്, നാരങ്ങ വെള്ളം, നോമ്പ് കഞ്ഞി എല്ലാം സെറ്റാക്കി. കൂട്ടത്തിൽ എനിക്ക് വെജ് സമൂസയും അവർക്ക് ബീഫ് സമൂസയും കൂടെ ഉണ്ടാക്കിയായിരുന്നേ. അങ്ങനെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാം ടേബിളിൽ കൊണ്ടുവച്ച് ബാങ്ക് വിളിച്ച് കഴിഞ്ഞ് എല്ലാം ഓരോന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സാനിയായിട്ടൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഇത് ചുമ്മാ വീട്ടിൽ നിന്ന് ആ തട്ടൊന്ന് ഇട്ട് നോക്കിയതാണ്. പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ വട്ടപ്പള്ളിയിലൊക്കെ ഭയങ്കര പരിപാടിയും കാര്യങ്ങളും ആയിരുന്നു. അതുകൊണ്ട് അവിടേക്ക് ഒന്ന് കറങ്ങി നടക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നേരെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ തിരിച്ചു വന്ന് ഇഡലി സാമ്പാറും ഒക്കെ കഴിച്ചു. എന്തായാലും ഈ നോമ്പുതറ എനിക്ക് ഇഷ്ടമായി. അടുത്ത വട്ടം ഞാൻ പിടിക്കും.